ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അമീല എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് അമീല, യഥാർത്ഥ പേരല്ല. ഒരു വർഷമായി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട്. എനിക്ക് 25 വയസ്സ് കഴിഞ്ഞു. എൻ്റെ അച്ഛനും അമ്മയും പ്രേമിച്ച് വിവാഹിതരായവരാണ്. അച്ഛന് ബിസിനസ്സായിരുന്നു. പക്ഷേ അച്ഛൻ മരിച്ചു പോയിട്ട് 10ലേറെ വർഷം കഴിഞ്ഞു. അത് കഴിഞ്ഞ് അമ്മയും ഞാനും കൂടി ഒരു ഫ്ലാറ്റിലായിരുന്നു മാഡം താമസിച്ചിരുന്നത്. അത് സ്വന്തം ഫ്ലാറ്റാണ്. അത്യാവശ്യം സേവിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ മരിച്ചപ്പോൾ എല്ലാവരും സുന്ദരിയായ അമ്മയോട് പറഞ്ഞു, നീ കല്യാണം കഴിക്കണം, നിനക്കൊരു ഭർത്താവ് വേണമെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, ഇല്ല, ഞാൻ കല്യാണം കഴിക്കില്ലെന്ന് പറയില്ല, പക്ഷേ ഇവിടെ കെട്ടിച്ചു വിട്ടതിന് ശേഷം മാത്രമേ എനിക്ക് കല്യാണം എന്ന് പറഞ്ഞൊരു മോഹമുള്ളൂ, അല്ലാതെ ഒരിക്കലും ഞാൻ കല്യാണം കഴിക്കില്ലെന്ന്. ഞാൻ വളർന്നു വരുമ്പോൾ അമ്മയോട് ചോദിക്കുമായിരുന്നു, അമ്മ എന്താ അങ്ങനെ പറയുന്നത്? അതാണ് നല്ലത്, നീ നിൻ്റെ ഭർത്താവിനോട് പോവുക. പിന്നെ ഈ വീട്ടിൽ വരുമ്പോഴേക്കും ഒരു രണ്ടാനച്ഛനുള്ളപ്പോൾ നിനക്ക് അയാളിൽ നിന്ന് പ്രശ്നങ്ങളൊന്നും അനുഭവിക്കേണ്ടി വരില്ല. അതുകൊണ്ട് ഇത്തിരി പ്രായമായാലും കുഴപ്പമില്ല, ആ സമയത്ത് തുണയായാലും മതി, എനിക്കിപ്പം അതിമോഹമൊന്നുമില്ലെന്ന് പറയും. പക്ഷേ സുന്ദരിയായ അമ്മയുടെ ആ ഒരു യൗവനമൊക്കെ പാഴായി പോകുന്നതിൽ പലർക്കും കണ്ണുകടിയുണ്ടായിരുന്നു. എല്ലാവരും അമ്മയെ കുറ്റപ്പെടുത്തും. കാര്യം, അമ്മ കല്യാണം കഴിക്കാതെ രഹസ്യമായി പലതും ആസ്വദിക്കുന്നുണ്ടെന്ന്. പലരും അമ്മയോട് താല്പര്യപൂർവ്വം പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അമ്മ അവരോട് താല്പര്യം കാണിച്ചൊന്നും എൻ്റെ ജീവിതത്തിൽ ഒരനുഭവങ്ങളും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അമ്മയോട് നല്ല ഇമ്പ്രഷൻ ഉണ്ടായിരുന്നു. PG കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, ഇനി നിന്റെ കല്യാണമാണെന്ന്. നേരത്തെ പറഞ്ഞിരുന്നുകൊണ്ട് എനിക്കത്ര പ്രശ്നമൊന്നും തോന്നിയില്ല. അങ്ങനെ എനിക്ക് വന്ന 5ാമത്തെ ചെക്കനാണ് എൻ്റെ ഹസ്ബൻഡ്. ഞങ്ങളുടെ സാമ്പത്തിക നിലയും മറ്റു കാര്യങ്ങളും എല്ലാം ഒരുപോലെയായിരുന്നു. അങ്ങനെയാണ് ഞാൻ വിവാഹത്തിന് സമ്മതിച്ചത്. അപ്പോൾ നിശ്ചയമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, എനിക്ക് നിന്നോട് ഇനിയൊരു കാര്യം പറയാനുണ്ട്. ചിലപ്പോൾ ഞാൻ വിവാഹം കഴിച്ചേക്കുമെന്ന്. ആരാ വരൻ, നമുക്ക് പത്രത്തിൽ കൊടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, പത്രത്തിൽ കൊടുക്കാൻ പറ്റില്ല, എനിക്ക് ഒരാളുമായിട്ട് ചെറിയൊരു അടുപ്പമുണ്ട്, 3-4 വർഷമായി തുടങ്ങിയിട്ടെന്ന്. ഞാൻ പറഞ്ഞു, ഇതുവരെയും ആളെ ഞാൻ കണ്ടിട്ട് പോലുമില്ല, എന്നിട്ട് അമ്മ ചാറ്റ് ചെയ്യുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ലോ എന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, ചാറ്റിംഗ് ഒന്നും ഇല്ലായിരുന്നു, നീ വഴിതെറ്റിപ്പോന്ന് വിചാരിച്ചിട്ട് ഞാനതെല്ലാം ഉള്ളിലടക്കിയിരിക്കുകയായിരുന്നു. അങ്ങനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആവശ്യമില്ലാതെ എന്നെ വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്തതെന്ന്. പുള്ളിയുടെ ഭാര്യ മരിച്ചു പോയതാണ്, കുട്ടികൾ ഇല്ല. പുള്ളി എന്നെ പ്രേമിച്ച് കുറേ വർഷം നടക്കുകയായിരുന്നെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഞാനും ഇഷ്ടപ്പെട്ടത്. നല്ല പെർമനൻ്റായിട്ട് ജോലിയുള്ള ഒരാളാണ്, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അയാളുടെ ഫോട്ടോ അമ്മ എന്നെ കാണിച്ചു. കൊള്ളാം, അമ്മ ഒരുത്തിനെ പിടിച്ചാലും കരുത്തിനെ പിടിക്കണമെന്ന് പറഞ്ഞ് കരുത്തും സൗന്ദര്യമുള്ള ഒരാളെ തന്നെയാണ് അമ്മ സെലക്ട് ചെയ്തിരിക്കുന്നത്. അമ്മയുടെ ഭാഗ്യം എന്ന് ഞാൻ ഓർത്തു. എൻ്റെ ഭർത്താവ് കാണാൻ സുന്ദരനാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞ് മാത്രമേ അറിയുകയുള്ളൂ. എന്തായാലും നിശ്ചയം കഴിഞ്ഞോടെ തന്നെ അമ്മ ഈ കാര്യങ്ങൾ എൻ്റെ ഭർത്താവിനോട് പറയുകയും ചെയ്തു. പുള്ളിക്ക് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 3ാമത്തെ മാസമായിരുന്നു അമ്മയും എൻ്റെ രണ്ടാനച്ഛനും തമ്മിലുള്ള വിവാഹം. അദ്ദേഹത്തിൻ്റെ പേര് ബാബുരാജ്. രജിസ്റ്റർ മാരേജ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും പോയിരുന്നു. എല്ലാവർക്കും സന്തോഷം തന്നെ. പിന്നെ മാഡം, അവർ കല്യാണം കഴിഞ്ഞ് ഉടനെ പോയത് ബാങ്കോക്കിലേക്കാണ്. അത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാനും ഭർത്താവും കൂടെ ഇവിടെ വയനാട്, ഊട്ടി, കൊടൈക്കനാലൊക്കെ നടക്കുകയാണ്. ഇവർ കല്യാണം കഴിച്ച ഉടനെ തന്നെ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് അങ്ങ് ബാങ്കോക്കിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വല്ലാത്ത അസൂയയും വിഷമവും ഒക്കെ തോന്നി. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് കലഹിച്ചു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, അവിടെ പോകാനുള്ള ലീവൊന്നും ഇപ്പോൾ കിട്ടില്ല, അടുത്ത ഓണക്കാലത്താകട്ടെ എന്നും. എനിക്കാണെങ്കിൽ വല്ലാത്ത ഫ്രസ്ട്രേഷനായിരുന്നു മാഡം. അത് നടക്കില്ല, എനിക്കിപ്പോൾ പോകണമെന്നൊക്കെ പറഞ്ഞെങ്കിലും പുള്ളിക്കാരൻ അത് മൈൻഡ് ചെയ്തില്ല. മറ്റു കാര്യങ്ങളിലൊന്നും ഒരു കുഴപ്പമില്ല. എന്നോട് നല്ല സ്നേഹമാണ്. എൻ്റെ സംതൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മുന്നണി തൊഴിലാളിയാണ് അദ്ദേഹം. ഭയങ്കര കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല. എന്നോട് മൃദു സമീപനമാണ്. എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എന്നെ നുള്ളി നോവിക്കാതെ വളരെ സാവകാശം കത്തിപ്പടരുന്ന ഒരാളാണ്. എല്ലാ കാര്യങ്ങളും പയറ്റി തെളിഞ്ഞ പോലെയാണ് എനിക്ക് തോന്നുന്നത്. മുൻപ് എക്സ്പീരിയൻസ് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം ഒരു സുന്ദരനാണല്ലോ. പല പെണ്ണുങ്ങളിൽ ചെന്ന് പ്രേമാഭ്യർത്ഥന നടത്തിയിട്ടുണ്ടാകാം. ഒന്നും ഇക്കാലത്ത് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ കിള്ളിയും കിഴിഞ്ഞും ചോദിച്ചു, ആരുടെങ്കിലും പ്രേമം ഉണ്ടായിരുന്നോ എന്ന്. അപ്പോൾ ഇല്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ വിശ്വസിക്കില്ല. എല്ലാ കാര്യങ്ങളും അറിയാവുന്ന കൊച്ചു കള്ളനാണ്. ആ പോട്ടെ, വിവാഹത്തിന് മുമ്പ് ആണുങ്ങൾ അങ്ങനെയാണെന്ന് അമ്മയും പറഞ്ഞിട്ടുണ്ട്. രുചി അറിയാത്ത ആണുങ്ങളൊന്നുമില്ല.
പെണ്ണുങ്ങളാണ് പിന്നെയും വീട്ടിലെ സമ്മർദ്ദങ്ങൾ കൊണ്ട് അടച്ചിരിക്കുന്നത്. അവർക്ക് ചിലപ്പോൾ ഭർത്താവിനെ മാത്രമേ പരിചയം കാണുകയുള്ളൂ. ആണുങ്ങളെ മിക്കവാറും വെളിയിൽ കണ്ടു കഴിഞ്ഞാൽ ചെളിയിൽ ചവിട്ടി, വെള്ളം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ കഴുകും എന്ന് പറഞ്ഞതുപോലുള്ള അവസ്ഥയാണല്ലോ. ഒന്നും പറയാൻ പറ്റില്ല, പോകട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ വിവാഹശേഷം എൻ്റെ കണ്ണും കാലുമൊക്കെ ഭർത്താവിൻ്റെ മേലിലുണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ മൊബൈൽ പരിശോധിക്കും. അതിലൊന്നും പുള്ളിക്കാരൻ ഒന്നും പറയാറുമില്ല. ഇനി വേറൊരു കാര്യമാണ് എനിക്ക് ഏറ്റവും വലിയ രീതിയിൽ നീറ്റിലുണ്ടാക്കിയത്. കാര്യം ബാങ്കോക്കിൽ പോയ അമ്മയും രണ്ടാനച്ഛനും കൂടി അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കുന്നു, ഓടി നടക്കുന്നു, ചാടി നടക്കുന്നു. അതുമാത്രമല്ല മാഡം, അയാൾ ഷർട്ടില്ലാതെ സ്വിമ്മിംഗ് പൂളിൽ നിൽക്കുകയും കുളിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ചില ചിത്രങ്ങളും വീഡിയോയുമായിരുന്നു. അതിൽ അമ്മയെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഉള്ളൊരു ഫോട്ടോ ഉണ്ട്. അതിൽ വ്യക്തമായി ഞാൻ ചിലത് തെളിഞ്ഞു കണ്ടു മാഡം. ചെറിയൊരു നിക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ എന്താ വിളിക്കുകയെന്ന് എനിക്കറിയില്ല. അത്തരം ഒരു നിക്കർ നനഞ്ഞു കുതിർന്ന് ഇരിക്കുകയാണ്. അതിൽ കൂടി ആ പടമെടുത്തത് വേറെ ആരെക്കൊണ്ടെങ്കിലും ആയിരിക്കാം. എന്തായാലും അവരത് ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു. നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഏതൊക്കെയോ രീതിയിൽ നമുക്ക് വ്യക്തമാകും. എന്തൊക്കെയാണ്, എവിടൊക്കെയാണ്, എങ്ങനെയായിരിക്കാം എന്നൊക്കെ മനസ്സിലാകുന്ന രീതിയിലാണ്. ഒരു പക്ഷേ അമ്മ എനിക്കത് അയച്ചു തന്നത്, എടി നിൻ്റെ ഹസ്ബൻഡും എൻ്റെ ഹസ്ബൻഡും തമ്മിൽ ഒരു താരതമ്യം നീ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്നോ മറ്റോ ഉദ്ദേശമാണെന്ന് പോലും എനിക്കത് കണ്ടപ്പോൾ തോന്നി. അല്ലെങ്കിൽ ഒരിക്കലും അമ്മ ഇങ്ങനൊരു പടം മകൾക്ക് അയച്ചു കൊടുക്കില്ല. കാര്യം തെളിഞ്ഞു കാണുന്ന പലതും അതിനകത്തുണ്ട്. സ്വന്തം ഭർത്താവിൻ്റെ ഒരു പടം അങ്ങ് അയച്ചു കൊടുക്കൂ മകൾക്ക്? പക്ഷേ അമ്മ ഒരു പൊട്ടിയാണ്. അമ്മയൊന്നും ഉദ്ദേശിച്ച് കാണില്ല. സന്തോഷത്തിൻ്റെ ഒരു ചിഹ്നമായിട്ട് എനിക്ക് അയച്ചു തന്നതായിരിക്കാം. പക്ഷേ ചിഹ്നം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ചിഹ്നം വിളിക്കാനാണ് തോന്നിയത്. എന്ത് ചെയ്യാനാ, എൻ്റെ മനസ്സ് ആകെ മാറിപ്പോയി. സത്യമായും എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ നേരിട്ട് കാണുകയില്ലേ, പക്ഷേ എനിക്കിതുവരെയും അങ്ങനെ ഒരു ഉൾപ്പുളകം ഉണ്ടായിട്ടില്ല. സ്നേഹമുണ്ട്, അദ്ദേഹം അടുത്ത് പെരുമാറുമ്പോൾ എനിക്കിഷ്ടവുമാണ്. പക്ഷേ കാഴ്ചയിൽ ഉൾപ്പുളകമുണ്ടാക്കുന്ന ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അത് വേറൊരു ഫീലിങ്, ഇത് അമിതമായൊരു ഫീലിങ്. എൻ്റെ മനസ്സ് എന്താണ് അങ്ങനെയെന്ന് എനിക്ക് എത്ര ചിന്തിച്ചിട്ട് പിടികിട്ടിയില്ല. കടിഞ്ഞാണില്ലാതെ ഞാൻ ആ പടത്തിൽ ഒത്തിരി നോക്കിയിരുന്നു. അപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, എൻ്റെ ഹസ്ബൻഡ് എന്തായാലും ഇനിയിപ്പം ജിമ്മിൽ പോയെന്ന് പറഞ്ഞാലും ഇങ്ങനൊരു അംഗലാവണ്യം കൈവരാൻ യാതൊരു ചാൻസുമില്ല. അതുമാത്രമല്ല, ഇത്രയും ഭീകരമായ തെളിഞ്ഞ കാര്യങ്ങൾ എനിക്കൊരിക്കലും ഹസ്ബൻഡിൽ നിന്ന് കാണാനും പറ്റില്ല. രണ്ടുപേരും രണ്ട് രീതിയിലുള്ള ആണുങ്ങളാണ്. അതിൽ മികച്ചു നിൽക്കുന്നത് എൻ്റെ രണ്ടാനച്ഛൻ തന്നെയാണെന്ന് 100 വട്ടം ആ പടം കണ്ടപ്പോൾ എനിക്ക് തോന്നി. എന്താണെന്നറിയില്ല, അന്ന് ഹസ്ബൻഡ് എന്നോട് അടുത്ത് പെരുമാറി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഓർത്തു, അതിന് പകരം ഇതായിരുന്നെങ്കിൽ, ഇതിന് പകരം അതായിരുന്നെങ്കിൽ എന്നൊക്കെ ഞാനങ്ങ് മനസ്സിലോർത്തു. എല്ലാം പകരം വയ്ക്കാൻ വേണ്ടി എൻ്റെ മനസ്സ് വെമ്പുകയായിരുന്നു. ഞാൻ മനസ്സിൽ വെറുതെ കരുതി, അമ്മയുടെ സ്ഥാനത്ത് ഞാനാണിപ്പോൾ തായ്ലൻഡിൽ. അപ്പോൾ ഇപ്പോൾ കൂടുള്ളത് എൻ്റെ ഹസ്ബൻഡല്ല, എൻ്റെ രണ്ടാനച്ഛനാണ്. അന്നെന്തോ ഞാൻ പിച്ചും പേയും ഒക്കെ പറഞ്ഞെന്നാണ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത്. ഇന്ന് നിനക്ക് നല്ല ഉത്സാഹവും വിളക്കവുമായിരുന്നല്ലോ എന്ന് ചോദിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല. എന്തേ, ഇന്നെനിക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആവോ ഉണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് ചിണുങ്ങുകയും കുടുങ്ങുകയും ചെയ്തു. ആണുങ്ങളെ പറ്റിക്കാൻ വളരെ എളുപ്പമല്ലേ? പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തായിരുന്നു? താരതമ്യ പഠനം സ്വപ്നം കണ്ട് ഞാൻ ഉള്ളിലേക്ക് ആവാഹിച്ചെടുത്ത ആ ഒരു മോഹമാണ് ഞാനെന്ന് പിച്ചും പേയുമായിട്ട് പറഞ്ഞത്. ഹസ്ബൻഡ് വിചാരിച്ചത് ഹസ്ബൻഡിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു ഫലമാണ് ഞാനവിടെ വിളയിച്ചെടുക്കുന്നതെന്ന്. അല്ല, എനിക്കാണെങ്കിൽ ആ പടം നോക്കിയിരിക്കുമ്പോൾ ഒത്തിരി മോഹം പിന്നെയും അധികരിച്ചു. പക്ഷേ ആ കൂടി 3-4 ഫോട്ടോയും ഒരു വീഡിയോയേ ഉള്ളൂ. പിന്നീട് അവർ എന്താണ് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാതിരുന്നത്, എന്താണ് എനിക്ക് ഫോട്ടോസ് അയക്കാതിരുന്നത്, ഇതൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. പിന്നീട് അവരവിടെ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴേക്കും രണ്ടുപേരും അങ്ങേരുടെ വീട്ടിലും പിന്നെ ഞങ്ങളുടെ വീട്ടിലുമായി മാറി മാറിയിട്ട് താമസിക്കുന്നത്. 10 ദിവസം അവിടെ താമസിച്ചു കഴിഞ്ഞാൽ 10 ദിവസം ഇവിടെയും താമസിക്കും. 2 വീടുകളിലും ആൾതാമസം വേണം, വാടകയ്ക്കൊന്നും കൊടുക്കാൻ പറ്റില്ലെന്നാണ് എൻ്റെ രണ്ടാനച്ഛൻ പറഞ്ഞത്. അവിടെ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊത്തിരി ഗിഫ്റ്റും വസ്ത്രങ്ങളും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു മാഡം. എനിക്ക് അവർ രണ്ടുപേരും നല്ല സപ്പോർട്ടായിരുന്നു. എൻ്റെ ഭർത്താവിനോടും നല്ല സ്നേഹമാണ്. ഇടയ്ക്ക് എൻ്റെ രണ്ടാനച്ഛൻ്റെ വീടുണ്ട്, അവിടെ പോകും.
അപ്പോൾ അമ്മയും രണ്ടാനച്ഛൻ അവിടെയുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി ഓരോന്ന് ഉണ്ടാക്കിത്തരും രണ്ടാനച്ഛൻ. അത് പക്ഷേ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ വെച്ച് ഉണ്ടാക്കിത്തരില്ല, അവിടെ ചെല്ലുമ്പോഴാണ് ഉണ്ടാക്കുക. കാര്യം പുള്ളിക്ക് അവിടുത്തെ സാധനങ്ങളുമായിട്ടൊക്കെയാണ് ഒരു കൈത്തഴക്കവും പഴക്കവും അങ്ങനെ ഗ്രില്ലൊക്കെ ചെയ്ത് ഓരോന്ന് തരും. പിന്നെ ചിലപ്പോൾ 2 സ്മോളും അമ്മായിച്ചനും മരുമകനും കൂടി അടിക്കും. ആ സമയത്ത് നല്ല രസവുമാണ്. ഞാനാണ് അവരുടെ അടുത്തേക്ക് എന്തെങ്കിലുമൊക്കെ വരട്ടിക്കൊണ്ട് പോകാറുള്ളത്. അമ്മയാണെങ്കിൽ ഉണ്ടാക്കും, പക്ഷേ കൊണ്ടൊന്നും കൊടുക്കില്ല. അല്ലെങ്കിൽ അദ്ദേഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എടുത്തു കൊടുക്കുകയില്ല. കള്ള് കുടിക്കുന്നിടത്ത് ഞാൻ വരില്ലെന്ന് അമ്മ പറയും. അതൊക്കെ അമ്മയുടെ ഒരു ആദർശമാണ്. ഒരു വട്ടം അമ്മ ഞങ്ങളുടെ റിലേറ്റീവിൻ്റെ കല്യാണത്തിന് പോയി. എനിക്കപ്പോൾ പോകാൻ പറ്റില്ല. കാര്യം അമ്പലത്തിൽ വെച്ച കല്യാണം. അമ്പലത്തിൽ പോകാൻ പറ്റുന്ന ദിവസമല്ല. കാര്യം 5 ആയതേ ഉള്ളൂ. ഇവിടേക്ക് 7 ആകുമ്പോഴേ ഞങ്ങൾ അമ്പലത്തിൽ പോകാറുള്ളൂ. അങ്ങനെയുള്ള സമയമാണ്. ആ സമയത്ത് രണ്ടാനച്ഛൻ പുള്ളിക്കാരൻ്റെ വീട്ടിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചു. മക്കളെ, നിങ്ങൾ രണ്ടും കൂടെ ഇവിടെ വാ. അവൾ തലേദിവസം പോയിരിക്കില്ലേ, എനിക്ക് അവളുടെ പോകാനൊന്നും വയ്യ. എന്തോ ഒരു ജാള്യത പോലെയാണ് അവളുടെ ബന്ധുക്കളുടെ അടുത്തൊക്കെ പോയി നിൽക്കാൻ. അതുകൊണ്ട് ഞാൻ പോകുന്നില്ല, നിങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴേക്കും അവിടെ ചെന്നു. അമ്മയെ കൊണ്ട് അവിടെ വിട്ടിട്ട് രണ്ടാനച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ അവർക്ക് വേണ്ടി എല്ലാം വെച്ചു കൊടുത്തു. അന്ന് രണ്ടാനച്ഛനെ കൊണ്ട് ഒന്നും ഉണ്ടാക്കാൻ ഞാൻ സമ്മതിച്ചില്ല. പക്ഷേ രണ്ടുപേരും അത്താഴത്തിന് മുമ്പ് ഇത്തിരി മദ്യപിക്കുന്ന പതിവുണ്ടല്ലോ. മദ്യപിച്ചുകൊണ്ടിരുന്ന സമയത്ത് 1-2 പെഗ് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡിന് ഒരു കോൾ വന്നു. കൂടെയുള്ള ഒരാൾക്ക് ചെറിയൊരു പ്രശ്നം, ഹോസ്പിറ്റലിലാണ്, പെട്ടെന്ന് ചെല്ലണമെന്ന്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, എടി ഞാൻ ഒന്ന് പോട്ടെ, 1 മണിക്കൂറെങ്കിലും നിന്നിട്ട് ഞാനിങ്ങ് വരാം, പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞാൽ പോയത്. എനിക്കറിയാം പോയി കഴിഞ്ഞാൽ 1-2 മണിക്കൂർ കഴിയാതെ വരില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിക്ക് ഫ്രണ്ടാണ് അവർ. അപ്പോൾ രണ്ടാനച്ഛനെ വിളിച്ചു. മോളെ, അവൻ പോയി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മൂഡ് അങ്ങ് പോയെന്ന്. ഞാൻ പറഞ്ഞു, സാരമില്ല, ഞാൻ ഇവിടെ ഇരിക്കാം. അച്ഛൻ എത്ര പെഗ്ഗ കഴിക്കുന്നത്, 2 പെഗ്ഗ കഴിക്കുന്നെങ്കിൽ അങ്ങ് കഴിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ ബാക്കിയും കഴിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, നീ ഉണ്ടാക്കിയ ഇത് കൊള്ളാലോടി, കടലപ്പരിപ്പൊക്കെ ഇട്ട് ഇതെങ്ങനെ നീ ഉണ്ടാക്കിയത്? ഞാൻ പറഞ്ഞത് പൊട്ടുകടലയും എല്ലാം കൂടി ഇട്ട് ഞാൻ ഉണ്ടാക്കിയൊരു സ്പെഷ്യൽ കൂട്ടാ, യൂട്യൂബ് നോക്കി പഠിച്ചതാണെന്ന്. ആഹാ, കൊള്ളാലോ. നീ പാചക പരീക്ഷണങ്ങളൊക്കെ നടത്താറുണ്ടോ? ഞാൻ പറഞ്ഞു, അത്ര വലിയ പാചകമൊന്നും എനിക്കറിയില്ല. എൻ്റെ അമ്മായിമ്മ നന്നായിട്ട് പാചകം ചെയ്യും, അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ല. അല്ലെങ്കിലും ആ വീട്ടിൽ നിനക്ക് വലിയ പ്രശ്നമില്ലെന്ന് തോന്നുന്നു. നിൻ്റെ ഭർത്താവും അവനും പാവമല്ലേ? ഞാൻ പറഞ്ഞു, പാവമാണ്. പിന്നെന്താ നിങ്ങൾ ബാങ്കോക്കിലൊന്നും പോകാത്തത്? നീയല്ലേ പറഞ്ഞത് ബാങ്കോക്കിൽ പോയേ പറ്റുമെന്ന് പറഞ്ഞ് അവനെ ശല്യപ്പെടുത്തുകയാണെന്ന് ഇത്തിരി മുമ്പും അവൻ പറഞ്ഞല്ലോ. എന്നാ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇത്രയും മാസങ്ങളായി, മധുവിധുവിൻ്റെ സീസണൊക്കെ കഴിഞ്ഞില്ലേ, പിന്നെ പ്രായമായി ഞങ്ങൾ രണ്ടിനോട് കല്യാണം കഴിച്ചിട്ട് ഇപ്പോഴാണ് പോയത്. എന്നാലും നിങ്ങൾ രണ്ടിനോട് കല്യാണം കഴിച്ച ഉടനെയല്ലേ പോയത്? ഉടനെ ആയിരുന്നു പോകേണ്ടത്. ഇതിപ്പോൾ ഇത്രയും നാൾ കഴിഞ്ഞിട്ട് എടി എപ്പോഴെങ്കിലും പോയാൽ പോരെ ബാങ്കോക്കിൽ. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പോകാമെന്നും. ഓണം കഴിഞ്ഞില്ല, ഓണത്തിന് കൊണ്ടുവന്നാണ് പറഞ്ഞത്. അതൊക്കെ അവൻ കൊണ്ടുപോകും. അവൻ ഓഫീസിൽ എന്തൊക്കെയോ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, അതിന് പൈസയൊക്കെ പെട്ട് കിടക്കുകയാണ്. നിന്നോട് അവൻ പറയാതിരിക്കുന്നതാണ്. അവന് ഫിനാൻഷ്യലി ചില ലയബിലിറ്റീസ് ഒക്കെ ഉണ്ട്. അത് ശരിയായി കഴിയുമ്പോഴേക്കും അവൻ കൊണ്ടുപോകും. ഞാൻ പറഞ്ഞതാ പൈസ കൊടുക്കാമെന്നും. അവന് നിൻ്റെ അമ്മ കൊടുത്ത പൈസ എടുക്കാനും മടിയാണ്. അങ്ങനെ നോക്കുമ്പോൾ പൈസ തൂർത്തടിക്കാത്ത ഒരു നല്ല ഭർത്താവല്ലേ അവന്. അപ്പോൾ നീ അങ്ങ് ക്ഷമിക്ക്, നിന്നെ കൊണ്ടുപോകും 3-4 മാസത്തിനുള്ളിൽ നിന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പം എനിക്ക് സന്തോഷം തോന്നി. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ എല്ലാ കാര്യങ്ങളും സംസാരിക്കാറുണ്ട്. എൻ്റെ രണ്ടാനച്ഛനും അത്ര അങ്ങോട്ട് പ്രശ്നക്കാരൊന്നും അല്ലല്ലോ, നല്ലൊരു മനുഷ്യനാണ്. കാണുന്നത് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലും എന്നോട് സ്നേഹമുണ്ടല്ലോ എന്ന് ഞാൻ ഓർത്തു. നിങ്ങൾ താമസിച്ച ഹോട്ടലിൽ തന്നെ ഞങ്ങൾ താമസിച്ചാൽ മതി. കാരണം അവിടുത്തെ പൂള് നല്ല രസമാണ്. അതിൻ്റെ കരയിലും അതിനകത്തൊക്കെ വെച്ചെടുത്ത ഫോട്ടോസിലെ അമ്മ എനിക്ക് അയച്ചു തന്നിരുന്നു. അത് നല്ലതായിരുന്നു പറഞ്ഞു. ശരിയാണ്, അവൾ ഒരു പെണ്ണിനെ കൊണ്ട് കുറേ ഫോട്ടോ എടുപ്പിച്ചിരുന്നു. എന്നിട്ട് എന്നെ കാണിച്ചതുമില്ല. ആദ്യം ഞാൻ മോൾക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുകയും ചെയ്തു. ഞാനത് പക്ഷേ ശരിക്കും കണ്ടില്ല. നിൻ്റെ ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞ് മൊബൈൽ തുറന്ന് കാണിച്ചു. കൊള്ളാം, അടിപൊളിയല്ലേ, എന്ത് രസമാണ് പൂള് കാണാൻ എന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഓർത്തും പൂള് ഞാൻ കണ്ടു, അച്ഛൻ കണ്ട പൂളല്ല ഞാൻ കണ്ടെന്നേ ഉള്ളൂ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ദേ ഇത് ആ ഹോട്ടലിൽ നിന്ന് തരുന്ന ഒരു നിക്കറാണ് കേട്ടോ, ഇതിട്ടുകൊണ്ട് വേണം അവിടെ പൂളിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട്. കുറച്ചുകൂടെ നീളമുള്ള സാധനം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു അവിടെ ഇല്ലയെന്നും. എനിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെട്ടതേ ഇല്ല. എനിക്കങ്ങ് ചമ്മലായിരുന്നു കേട്ടോ. അതിനെന്താണ് ചമ്മുന്നത്? അവിടെ പ്രൈവസി ഇല്ലേ? പ്രൈവസി ഉണ്ട്, എന്നാൽ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴില്ലേ എനിക്ക് നല്ല ചമ്മലുണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ ജിമ്മിലൊക്കെ പണ്ട് പോകില്ലായിരുന്നു. ഞാൻ പോവും, ഇപ്പോഴും ഇടയ്ക്കൊക്കെ പോകും കേട്ടോ. നിൻ്റെ അമ്മ വന്നതിൽ പിന്നെ റെഗുലറായിട്ട് പോകാൻ ഒരു മടിയെന്നും. ഞാനപ്പോൾ മോളി
പുതുമോടിയല്ലേ, ആ രണ്ടുപേരും കൂടെ വീടിനകത്ത് ഇരിക്കായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, മോളുടെ അമ്മ നല്ലൊരു സ്ത്രീയാണ്, അവർ നിന്നെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത്, എന്നെയല്ലെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് സെൻറ്റിമെൻറ്റ്സ് ആയി. അത് വഴി തിരിച്ചു വിടാൻ വേണ്ടി ഞാൻ പറഞ്ഞു, അല്ല ഈ സ്വിമ്മിംഗ് പൂളിലിട്ട് നിക്കറ് പോലുള്ള നിക്കറല്ലേ നിങ്ങൾ ജിമ്മിൽ ഉപയോഗിക്കുന്നേ? അപ്പം അച്ഛൻ പറഞ്ഞു, ഏയ് ജിമ്മിലൊക്കെ ഞാൻ കുറച്ചുകൂടെ നിങ്ങളുള്ളത് ഉപയോഗിക്കുന്നത്, എനിക്ക് അത്ര അങ്ങോട്ട് പറ്റിയിരിക്കുന്ന ഷോർട്സ് ഒന്നും ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരിയാ, കുറച്ച് ലൂസായിട്ടുള്ള നല്ലത്, ഈ ഫോട്ടോയിൽ കണ്ടാൽ പറയാമെന്ന്. എന്താ ഫോട്ടോയ്ക്ക് കുഴപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, അയ്യോ ഫോട്ടോയ്ക്ക് കുഴപ്പമില്ല, കൊള്ളാമെങ്കിൽ പിന്നെ അത് പോരെ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അതിനകത്ത് എനിക്കത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നാണം തോന്നുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നതും. ശരിയാ, എനിക്ക് നാണം തോന്നി മോളെ അത് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫോട്ടോ കാണുമ്പോൾ നിനക്ക് തോന്നാമെന്നും. അപ്പോൾ ഞാനാണെങ്കിലും അതല്ലെന്ന് പറഞ്ഞു. എന്തിനങ്ങനെ പറഞ്ഞെന്ന് എനിക്കറിയില്ല. അപ്പോൾ പുള്ളിനോട് ചോദിച്ചു, എന്താ അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, നീ എന്തെങ്കിലും ആ ഫോട്ടോയിൽ കണ്ടുപിടിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒന്നുമില്ല എന്ന്. അല്ലല്ല, എന്തോ ഒരു പോയിൻ്റ് ഉണ്ട്, എന്തോ നീ മറയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതും അച്ഛനോട് പറയാൻ പറ്റില്ല, അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളോട് അത് പറയാൻ പാടില്ലെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു, എന്നെ സുഹൃത്തായിട്ട് കരുതിയാൽ മതി, പറ എന്ത് പോയിൻ്റ് നീ കണ്ടുപിടിച്ചെന്ന്. അപ്പോൾ ഞാൻ ആ ഫോട്ടോ ഇങ്ങനെ എൻലാർജ് ചെയ്തിട്ട് ആ വശത്ത് ഒരു വട്ടം വരച്ചുകൊണ്ട് പറഞ്ഞു, ദേ കണ്ടില്ലേ, ഒരു വര പോലെ തെളിഞ്ഞു നിൽക്കുന്നുണ്ടെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പുള്ളി എന്നെ ഞെട്ടി നോക്കി. മോളെ എടി, അത്രയും വൾഗറായിട്ട് ആ ഫോട്ടോ ഒന്നും ആകുമെന്ന് ഞാൻ വിചാരിച്ചതല്ല, എന്നാലും നീ ഇതൊക്കെ കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ. എനിക്കാണെങ്കിൽ പ്രത്യക്ഷത്തിൽ ഒന്നും തോന്നിയില്ല. ശരിയാ, ഇത് നിൻ്റെ അമ്മ സോഷ്യൽ മീഡിയയിൽ പറ്റി ഇട്ടോ, നീ ആർക്കെങ്കിലും അയച്ചു കൊടുത്തെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല അമ്മ എനിക്ക് വേണ്ടി വെറുതെ അയച്ചതെന്നാണ്. പക്ഷേ ആ ചില ഫോട്ടോസൊക്കെ കാണുമ്പോഴേക്കും ഒരു ചെറിയ പ്രശ്നമില്ലേ അച്ഛാ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ചെറിയ പ്രശ്നമല്ല, നല്ല പ്രശ്നമുണ്ട്. പക്ഷേ നീ ഒന്ന് ഓർക്കണം, ഞങ്ങളുടെ മധുവത് കാലഘട്ടമാണ്, ഇവളെന്നോട് ചേർന്ന് നിൽക്കുകയാണ്. ആ സമയത്ത് ഉണ്ടായ ചില അനുരണനങ്ങളുടെ ഫലമാണ് മോളെ നീ കാണുന്നത് എന്ന് പറഞ്ഞു. ഞാനപ്പോൾ പറഞ്ഞു, കൊച്ചു കള്ളൻ, എന്താ നിൻ്റെ ഭർത്താവ് നീ കൂടെ ഇവിടെയൊക്കെ പോയപ്പോൾ വയനാട്ടിലൊക്കെ പോയി കഴിഞ്ഞപ്പോഴേക്കും ഒന്നുമില്ലായിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉണ്ടായിരുന്നു. പക്ഷേ അച്ഛാ, ആ സന്ദർഭവും ഈ സന്ദർഭവും തമ്മിൽ ഒട്ടും താരതമ്യം ചെയ്യാൻ പറ്റില്ല. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? രണ്ടും മധുവിധ തന്നെയല്ലേ? ഞാൻ പറഞ്ഞു, രണ്ടും മധുവിധമാണ്. പക്ഷേ എനിക്ക് കിട്ടിയ മധുവിധ എന്ന് പറയുമ്പോഴേക്കും ഇവിടെ അല്ലേ വയനാട്, ഇതങ്ങ് ബാങ്കോക്കിലല്ലേ? ബാങ്കോക്കിലാണെങ്കിലും എവിടാണെങ്കിലും മോളെ പ്രവർത്തനം ഒന്ന് തന്നെയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, അച്ഛാ പ്രവർത്തനം ഒന്ന് തന്നെയാണെങ്കിലും പ്രവർത്തിപ്പിക്കേണ്ടത് രണ്ടല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പുള്ളി എൻ്റെ കണ്ണിൽ നോക്കി, ഞാനും കണ്ണിൽ നോക്കി. നീ ഓക്കെ ആണെന്ന അർത്ഥത്തിൽ പുള്ളി തലയാട്ടി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒന്ന് കണ്ണ് കൂപ്പിക്കൊണ്ട് പറഞ്ഞു, ഓക്കെ ആണെന്ന്. ആവശ്യക്കാരിക്ക് ഔചിത്യം പാടില്ലല്ലോ, നീ എൻ്റെ അടുത്ത് വന്നിരിക്കെ എന്ന് പറഞ്ഞു. എന്നെ അംഗത്തിലിരുത്തി ഞാൻ അവിടെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, നമ്മൾ എന്തെങ്കിലും തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങളാകും, ഓർക്കണം. ഞാനും കല്യാണം കഴിച്ചിട്ട് കുറേ നാളായുള്ളൂ, നീയും നിൻ്റെ അമ്മയോ നിൻ്റെ ഭർത്താവോ അറിഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞു, അറിയരുത്, അറിഞ്ഞാൽ നമ്മളുടെ കാര്യങ്ങളൊന്നും നടക്കില്ല. ഈ ബന്ധങ്ങളുടെ മഹിമയ്ക്ക് ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്കും മഹിമകൾ പുകഴ്ത്തി പാടേണ്ടേ അച്ഛാ എന്ന് ചോദിച്ചു. നീ ശ്രദ്ധിക്കണം, ഞാനും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് രണ്ടുപേർക്കും കൂടി ഒന്നിച്ച് ശ്രദ്ധിക്കാം. പക്ഷേ മോളെ ഇപ്പോൾ സിറ്റുവേഷൻ ശരിയല്ലെന്ന് ഞാൻ പറഞ്ഞു. പുള്ളി ഇനി 2 മണിക്കൂർ കഴിഞ്ഞിട്ട് പ്രതീക്ഷിച്ചാൽ മതി. ഞാൻ പിന്നെ പുറത്തു നിന്നുള്ള വാതിൽ അടച്ചിരിക്കുകയാണല്ലോ, അപ്പോൾ വന്ന് കോളിംഗ് ബെല്ലടിക്കും, അല്ലാതെ യാദൃശ്ചികമായിട്ട് കയറി വരില്ല. നമ്മൾ സേഫാണ് മോളെ. അപ്പോൾ ഉടവാൾ ഉറയിൽ നിന്നൂരി നമ്മൾ പൊരുതണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉടവാളും വീശി ചെങ്കോലുമേന്തി നമ്മൾ അടർക്കളത്തിൽ ഇറങ്ങി പോരാടണം. എവിടെ വാളും ഗതയും പരിചയം എന്ന് ഞാൻ ഓർത്തു, ആർത്തലച്ചു. പിന്നെ യുദ്ധക്കളം നിറഞ്ഞു കവികയായിരുന്നു. അവിടെ തട്ടും മുട്ടും പരിചയപ്പാടുകളും ഗതായുദ്ധങ്ങളും നടന്നുകൊണ്ടിരുന്നു. എല്ലാം മനോഹരം. ലഹരിയിലായിരുന്ന അദ്ദേഹം എനിക്ക് സമ്മാനിച്ചത് 100,000 വീഞ്ഞു പകരുന്ന ലഹരിയായിരുന്നു മാഡം. എനിക്ക് ഒത്തിരി ഇഷ്ടമായൊരു നിമിഷമായിരുന്നു. പ്രതീക്ഷിച്ചത് അപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ വന്നു ഭവിച്ചത്. അത് പക്ഷേ അധിക നേരം ഇല്ലായിരുന്നെങ്കിൽ കൂടിയും അത് ഒരു തുടക്കം മാത്രമായിരുന്നു. ആ തുടക്കം കഴിഞ്ഞ്
പിന്നീട് പല സമയത്തും പർപ്പസ്ഫുള്ളി ഞങ്ങൾ ഒന്നിച്ചു. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡുമായി ഞാൻ നല്ല സ്നേഹത്തിലാണ്, ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്കിനി കുട്ടികൾ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞില്ല, ഇനിയിപ്പോൾ നിൻ്റെ അമ്മയ്ക്ക് അത് പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾ കുട്ടികളില്ലാത്തൊരു ജീവിതമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, എങ്കിൽ എനിക്കൊരു കുട്ടി വേണം തോന്നുന്നുണ്ടെന്ന്. അപ്പോൾ പറഞ്ഞു, അതിനല്ലേ നിൻ്റെ ഹസ്ബൻഡ് എന്ന്. ഞാനപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, അത് ഹസ്ബൻഡിൻ്റെ കുട്ടിയാകണം തന്നെ എനിക്ക് നിർബന്ധമില്ല, അതുകൊണ്ട് ഒന്നും നിയന്ത്രിക്കരുത്, ഒന്നിലും അതിർവരമ്പ് വെക്കരുതെന്ന് പറഞ്ഞ് അമർന്നിരുന്ന് ഉരിയാടിയത് ഞാനാണ്. അത് ഇപ്പോൾ എനിക്ക് സാധകമായി ഭവിച്ചിരിക്കുന്നു മാഡം. ഇപ്പോൾ ഞാൻ ഗർഭിണിയാണ്, എല്ലാവർക്കും സന്തോഷമാണ്. അത്രയും നാൾ എല്ലാറ്റിനും പ്രോത്സാഹിപ്പിച്ച് എനിക്ക് ഇപ്പോൾ നല്ല കുറ്റബോധം തോന്നുന്നു. പക്ഷേ രണ്ടാനച്ച് പ്രശ്നമൊന്നുമില്ല, എന്നാൽ കൂടിയും എനിക്കെന്തോ രണ്ടുപേരെ ഇപ്പോൾ ഫേസ് ചെയ്യാൻ മടിയാണ്. ഞാൻ റെസ്റ്റിലാണ് മാഡം. അപ്പോൾ എൻ്റെ മനസ്സ് ശരിക്കും ഒരു വിഷാദാവസ്ഥയിലേക്ക് പോകുന്ന പോലെ തോന്നുന്നു. ഇതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന്. അപ്പോൾ പരിഹാരം എന്ന് പറഞ്ഞത് നേരത്തെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. കാര്യം നിങ്ങളുടെ തന്നെ കയ്യിരിപ്പോണ്ടാണ് ഇങ്ങനെ തീരുമാനത്തിലെത്തിയത്. എടുത്തു ചാടി ആ കാര്യങ്ങൾ ശരിയാക്കുകയും ചെയ്തു. അപ്പോൾ അത്രത്തോളം ഇൻട്രസ്റ്റോടുകൂടി എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ എന്ത് നേരിടാം എന്ന് വിചാരിച്ച് യുദ്ധക്കളത്തിൽ ഇറങ്ങുമ്പോൾ യുദ്ധം കഴിഞ്ഞ ശേഷം അതിനെപ്പറ്റി പരിതപിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. യുദ്ധത്തിന് എന്തായാലും ഒരു ജയമോ പരാജയമോ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇപ്പോൾ ഇത് പരാജയമായിട്ട് വിചാരിക്കാതെ അത് ജയമാണെന്ന് വിചാരിക്കുക. അതേപോലെ തന്നെ കുട്ടി എപ്പോഴും ഹസ്ബൻഡേതാണെന്ന് വിചാരിക്കുക. എങ്കിലും ഈ പറഞ്ഞതുപോലെ ഇവിടെ ആ കൊതിയും മതിയൊക്കെ നിർത്തുക. എന്നിട്ട് നേരാവണ്ണം ഇനി ജീവിക്കുന്ന തീരുമാനമെടുത്ത് നമുക്ക് എല്ലാവരോടും ഇത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ വിഷാദത്തിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ ഇനിയും റൈറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും എന്നുള്ളൊരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. കാര്യം ചെയ്തത് ശരിയോ തെറ്റോ ഒക്കെയാണ്, നമുക്ക് പോയ കാര്യങ്ങൾ തിരുത്താൻ പറ്റില്ല. ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ നന്നായിരിക്കും, വരുന്നത് ഫേസ് ചെയ്യും, കുഴപ്പമില്ല, കുഞ്ഞല്ലേ, ഏത് രീതിയിലാണെങ്കിലും സന്തോഷം തരുന്ന ഒരാളായിട്ട് മാറട്ടെ. അമ്മയായ ശേഷം അലകുലത്തുകൾക്കൊന്നും ഞാൻ പോകുന്നില്ല, ഞാൻ നല്ലൊരു സ്ത്രീയായിട്ട് കുഞ്ഞിനെ വളർത്തുമെന്ന് തീരുമാനിച്ചാൽ മതി. കുഞ്ഞിപ്പോൾ എന്തായാലും ഉണ്ടാകാൻ പോകണം. അപ്പോൾ പിന്നെ അതിൻ്റെ ബാക്കിലുള്ള ഹിസ്റ്ററി നോക്കി വിഷമിച്ചിട്ട് കാര്യമില്ല, ഡിപ്രഷനായിട്ടും കാര്യമില്ല. അവിടെ ധൈര്യം സംഭരിച്ച് നല്ലവളായി തീരുമെന്ന് വിചാരിച്ച് മുന്നോട്ട് പോയാലേ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ കുറ്റബോധങ്ങളൊന്നുമില്ലാതെ ഇരിക്കാനുള്ള ഒരു മനസ്സും വേണം. എത്രയോ പേര് കളത്തരം കാണിച്ചിട്ട് യാതൊരു കുറ്റബോധമില്ലാതെ നടക്കുന്നു. അപ്പോൾ കുറ്റബോധം നല്ലതാണ്, പക്ഷേ അത് നമ്മളെ നന്നാക്കാനുള്ള ഒരു കുറ്റബോധമാണെങ്കിൽ അത് ഒത്തിരി നല്ലതാണ്. അതിന് ഡിപ്രഷനിലേക്ക് പോകേണ്ട കാര്യമില്ല. കാര്യങ്ങളുടെ ഒരു പ്രാക്ടിക്കൽ സൈഡ് മനസ്സിലാക്കി ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ നോക്കുക. പറ്റില്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിനൊക്കെ പോകാം. അപ്പോൾ മനസ്സിന് ശാന്തിയും സമാധാനവും തീരുമാനം എടുക്കാനുള്ള ഒരു പക്വതയൊക്കെ കിട്ടും. അങ്ങനെ ഈ ഒരു സിറ്റുവേഷനെ മറികടക്കാവുന്നതാണ്.